നമസ്കാരം. പതിരും കതിരും. വിടവാങ്ങിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെയും ഇനിയും വന്നു ചേർന്നിട്ടില്ലാത്ത ദൈവത്തിൻ്റെയും മധ്യയാണ് മലയാളി എന്ന് പറഞ്ഞത് KP അപ്പനാണ്. അദ്ദേഹം പ്രശസ്തനായ ഒരു നിരൂപകനായിരുന്നു. ഏതാണ്ട് ഇതുപോലെ വിടവാങ്ങിക്കൊണ്ടിരിക്കുന്ന പിണറായിക്കും ഇനി ഒരിക്കലും വന്നു ചേരാത്ത പിണറായിക്കുമിടയിലാണ് കേരളത്തിലെ കമ്മികളുടെ ജീവിതം. ഇപ്പോൾ പിണറായി പാർട്ടിയുടെയും ഭരണത്തിൻ്റെയും അനുഷ്ഠാനങ്ങളിലുണ്ട്, ജനങ്ങളുടെ അനുഭവത്തിൽ ഇല്ലതാനും. ഇനി ഒന്നുകൂടി വരണമെന്ന് വെച്ചാൽ തന്നെ ജനങ്ങളെ ആകർഷിക്കാൻ പറ്റിയ ടൂൾസ് ഒന്നും പാർട്ടിയുടെയും സർക്കാരിൻ്റെയും കയ്യിലില്ല. ആകെയുള്ളത് കുമാരപിള്ള സാറ് പറഞ്ഞ രണ്ട് പഴകിത്തേഞ്ഞ ആയുധങ്ങളാണ്: പെണ്ണ് കേസും ഗർഭക്കേസും. സ്വർണ്ണക്കട്ടിയായും ജട്ടിയായും പിണറായിയുടെ തലയിൽ വന്നു വീഴുന്ന ചുറ്റിക കനത്ത ആഘാതമാണ് ഇപ്പോൾ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കലണ്ടർ മാറിയെങ്കിലും പിണറായിക്ക് പുതുവർഷം അത്ര ശോഭനമല്ല. വെള്ളാപ്പള്ളിയുടെ ആട്ടും നാക്കുകടിയും വർഗീയ പരാമർശങ്ങളും ഒരു വശത്ത് മൂക്കുകയാണ് എന്ന് കരുതി നടേശൻ്റെ തോളിലിട്ട കയ്യ് നേരനുജനായ പിണറായിക്ക് എടുത്തു മാറ്റാനും വയ്യ. അതിൻ്റെ പഴിദോഷം വേറെ. അതിൻ്റെ പിന്നാലെ അമ്പലക്കൊള്ളയിൽ പുതിയ കളവിൻ്റെ കഥകൾ പുറത്തു വരുന്നു. അയ്യപ്പൻ്റെ പ്രഭാമണ്ഡലവും വ്യാളീമുഖങ്ങളും കടത്തിയത്രേ. നോക്കണേ, ദ്വാരപാലകന്മാരെക്കാൾ ഭീകരന്മാരാണ് വ്യാളികൾ. ഉടലില്ലാത്ത തീതുപ്പുന്ന ഭീകരരൂപം ശിവപുത്രൻ. ക്ഷേത്രത്തിലുള്ളതെല്ലാം എൻ്റെ അധീനതയിലുള്ളതാണെന്ന് കരുതുന്നവരാണ് വ്യാളികൾ. ആ വ്യാളികളെപ്പോലും വാളികളായ വിപ്ലവകാരി കള്ളന്മാർ മോഷ്ടിച്ചിരിക്കുന്നു. ഇതെല്ലാം ഞങ്ങളുടെ അധീനതയിലാണെന്നാണ് അവർ പറയുന്നത്. അന്വേഷണം ആ വഴിക്ക് നീണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പിണറായി മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന അണ്ടർവെയർ പ്രിൻസ് രാജു ജട്ടിയിൽ കുടുങ്ങിയത്. കിറ്റക് സാബുവിൻ്റെ പഴഞ്ചൻ ജട്ടിയുടെ പടമിട്ട് ഒരു മാസം മുമ്പ് അർമാദിച്ചവരാണ് കമ്മികൾ. ഇപ്പോഴാ ജട്ടി കാറ്റത്തു പറന്നു വന്ന് പിണറായി വിജയൻ്റെയും സർക്കാരിൻ്റെയും മുഖത്ത് വീണിരിക്കുന്നു. രാഹുൽ പെരുന്നയിലെത്തി കുര്യൻ്റെ ചെവിയിൽ പറഞ്ഞത് തെറിയാണോ അപേക്ഷയാണോ എന്ന് സംശയം വന്നു. അതോടെ പുതിയ ഒരു ഇര കൂടി രംഗത്തെത്തിയിരിക്കുന്നു. ലൈംഗിക പീഡന കേസിലെ ആദ്യത്തെ പുരുഷ ഇര. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം കാണാൻ KPCCയുടെ നേതൃത്വ ക്യാമ്പ് ഇന്നും നാളെയുമായി നടക്കാനിരിക്കുമ്പോഴാണ് പുതിയ ആയുധവുമായി പിണറായി ഇറങ്ങിയിരിക്കുന്നത്. VD സതീശനെതിരെയുള്ള പുനർജനി കേസിൽ CBIയെ വരുത്താൻ വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു അത്രേ. ഇനി CBIയെ പിണറായി കൈകാട്ടി വിളിച്ചാൽ മാത്രം മതി. CBI കൂട്ടിലടച്ചത് അത്തയാണെന്ന അഭിപ്രായക്കാരാണ് കേരളത്തിലെ CPMകാർ. എങ്കിലും ഇവിടെ ശത്രുക്കൾക്കെതിരെ അന്വേഷണത്തിന് അവർ വരുമ്പോൾ പിണറായി പിടിച്ച് പാവം തത്തയ്ക്ക് പാലും പഴവും കൊടുക്കും. പാർട്ടി കൊലക്കേസ് പ്രതികളായ കേസിൽ CBI വരുമെന്ന് കേട്ടാൽ തന്നെ ഭയമാണ് താനും. പക്ഷേ ഉമ്മൻചാണ്ടിക്കെതിരെ CBIയെ വിളിച്ചു വരുത്തിയത് എത്ര സന്തോഷത്തോടെയാണെന്നോ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴെല്ലാം ഓരോ റിപ്പോർട്ട് പുറത്തെടുത്ത് പെണ്ണുകേസിൽ അന്വേഷണം നടത്തുന്നതാണ് പിണറായി വിജയൻ്റെ മറ്റൊരു സ്റ്റൈൽ. ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കാൻ ഒന്നുമില്ല, രാഷ്ട്രീയം ഒന്നുമേ പറയാനില്ല. പൊങ്ങച്ചം പറച്ചിലും ഡമ്പടിയും ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇപ്പോൾ 200 രൂപ പെൻഷൻ കൂട്ടിയതിൻ്റെ കഥകളാണ് ആകെയുള്ളത്. അതും തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും ജനത്തെ പിടിച്ചുപറിച്ച കാശാണെന്നും അവർക്കും മനസ്സിലായി തുടങ്ങി. 10 വർഷത്തെ ഭരണം കഴിഞ്ഞിറങ്ങുമ്പോൾ ചവിട്ട് കൊടുക്കാൻ പാകത്തിന് ജനം കാലുപൊക്കി നിൽക്കുകയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ കീഴിൽ UDF അതിശക്തമായി തിരിച്ചു വരുമെന്ന് ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. അതിനെതിരെ എന്ത് തരികിടയും ഇനി ചെയ്യും. എനിക്ക് പിന്നെയും ഭരിക്കാമെന്ന് കരുതിയിരിക്കുന്ന പാവം വിപ്ലവകാരിയാണ് പിണറായി വിജയൻ. സതീശൻ പോയാൽ കാവടിയെടുത്ത് രമേശൻ വരും. അതുമല്ലെങ്കിൽ ദില്ലിയിൽ നിന്നും ഓടക്കുഴലൂതി ഗോപാലൻ വരും. അതുകൊണ്ട് അക്കാര്യമോർത്ത് കൊതിച്ചിട്ട് കാര്യമില്ല സഖാവേ. പൊതുജനം കഴുതയാണെന്ന് ധരിക്കല്ലേ പിണറായി സാറേ. കുങ്കുമം ചുമക്കും പോലെ ഗർദഭം എന്ന മട്ടിൽ പാർട്ടിയുടെ വിഴുപ്പ് ഭാണ്ഡവും ചുമലിലേറ്റി കുങ്കുമം ചുമക്കുന്ന പോലെ നടക്കുന്ന കഴുതകൾ പാർട്ടിയിലുണ്ടാകും. രാഹുലിൻ്റെ കഴുത്തിൽ മുറുക്കാൻ പാകത്തിന് പുറത്തെടുത്ത കുരുക്കുമായി ട്രീ പോട്ടർ ചാനലുകാരൻ അലറി വിളിക്കുന്നു. സതീശനെതിരെ കുരുക്ക് മുറുകുന്നു. CBI ഇതുവരെ ഈ വിവരമൊന്നും അറിഞ്ഞിട്ടേയില്ല. ഗോവിന്ദൻ ആദ്യമേ ശിക്ഷ വിധിച്ചു കഴിഞ്ഞു. എന്തോ ഒരു സന്തോഷമാണെന്നോ സൈബർ കമ്മികൾക്കും ഗോവിന്ദനും. അവർ വാസുവിനും പത്മകുമാറിനും നടുക്ക് സതീശനായി പായ വിരിച്ചു കഴിഞ്ഞു. സതീശനാണെങ്കിൽ തിരിച്ചും വെല്ലുവിളിക്കുകയാണ്. CBIയോട് വേഗം വരാൻ പറ ഗോവിന്ദ എന്ന മട്ടിലാണ് ഭീഷണി. ഇയാൾ എന്താ ഞെട്ടാത്ത എന്ന ഭാവമാണ് ചാനലുകൾക്കും ചില സഖാക്കൾക്കും. മുഖം അല്പം പാടിയതായി സഖാക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഭരിക്കുകയാണ് പിണറായി വിജയൻ. ഇത്രയും കാലം CBIയെ വരുത്തി സതീശനെ അകത്തിടാൻ സമയം കിട്ടിയില്ല. മെയ് മാസത്തിൽ ഇലക്ഷൻ വരുന്നതിൻ്റെ മണമടിച്ചു തുടങ്ങി. അപ്പോഴിതാ സഖാവ് ഉണർന്നിരിക്കുന്നു. അയൽപക്കത്ത് മത്തി ചുടുമ്പോൾ പഴങ്കഞ്ഞി കുടിക്കാൻ ഇറയത്തിറങ്ങിയിരിക്കുന്ന പാവം കാരണവരുടെ അവസ്ഥയിലാണ് ഈ പിണറായി വിജയൻ.